الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, ജഗന്നിയന്താവും പരിപാലകനും അളവറ്റ ദയാലുവും കൃപാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കീഴ്പ്പെട്ടുകൊണ്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി പഠിപ്പിച്ച് തന്നവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടും മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, ജീവിതത്തിനൊരവസാനമുണ്ട്. അവിടെ മുതൽ മറ്റൊരു ജീവിതം ആരംഭിക്കും. ആ മറ്റൊരു ലോകത്ത് നമുക്ക് നമ്മളല്ലാതെ അള്ളാഹുവിന്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ മറ്റ് യാതൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുവാനും അള്ളാഹുവിന്റെ കോപതാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും എന്തെല്ലാമാണോ ഉതകുന്നത് അവയെല്ലാം പ്രമാണബദ്ധമായോ അല്ലാതെയോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അതെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരുമാണ്.
ഈ രണ്ടാമത് പറഞ്ഞ ഭാഗം അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുവാനുള്ളതാണ് എന്ന വിശ്വാസത്തിൽ നമ്മളുടെ സമുദായത്തിൽ നിലനിൽക്കുന്നത് പലതും അത് നേരത്തെ സൂചിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മതമാണോ, മതത്തിന്റെ ചിഹ്നങ്ങളാണോ, ആചാരങ്ങളാണോ, അനുഷ്ഠാനങ്ങളാണോ എന്നത് നമ്മൾ ചിന്തിക്കാതെ പോകുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പോകുന്നതിനാൽ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവ പലതും നമ്മുടെ സൽക്കർമ്മങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതും യഥാർത്ഥത്തിൽ മതപരമായ കാഴ്ചപ്പാടിൽ സൽക്കർമ്മങ്ങളല്ലാതെ പോകുന്നു എന്നും അങ്ങനെ നമ്മൾ അനുഷ്ഠിക്കുന്നവ പലതും നമ്മളുടെ പരലോക വിജയത്തിന് തടസ്സമായി നിൽക്കുമെന്നും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളോട് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. 3 യുവാക്കൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് അവിടുത്തെ വീടുകളിൽ വന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി അവർ കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും മറ്റാരാധനകളെക്കുറിച്ചുമെല്ലാം ചോദിച്ച് പഠിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രികാലങ്ങളിൽ ദീർഘനേരം നിന്ന് നമസ്കരിക്കാറുമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യ അവരെ പഠിപ്പിച്ചപ്പോ അവർക്ക് പരസ്പരം ഒരു തോന്നൽ. അവർ പറഞ്ഞുപോയി, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്, നമ്മൾ എവിടെയാണ്? അവിടുത്തേക്ക് അല്ലാഹു വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ എല്ലാ പാപങ്ങളും മാപ്പ് നൽകിയിട്ടുണ്ട്. സ്വർഗലോകത്തിന്റെ അത്യുന്നതങ്ങളിൽ ഇരിപ്പിടം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലങ്ങളിൽ നിരന്തരമായി ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്നു എന്നാണല്ലോ പോയി കേട്ടത്. ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് എന്നും കേട്ടല്ലോ. അപ്പൊ ഈ ഒരു വിധത്തിലുള്ള ഓഫറുകളും ഇല്ലാത്ത എന്നാൽ പാപ സാധ്യതയുമുള്ളവരായ നമ്മൾ ഇങ്ങനെയൊന്നും പോരാ. നമ്മളിങ്ങനെ ഇടക്കിടക്കൊന്നും നോമ്പെടുത്താ പോരാ. രാത്രിയിൽ ഇങ്ങനെ കുറേയൊക്കെ നേരം നിന്ന് നിസ്കരിച്ചാലും പോരാ. സാധനം ഒരാൾ പറഞ്ഞുപോയി, ഫഇന്നി അസൂമു ദഹ്റ വലാ ഉഫ്തിറു, ഞാനൊരു തീരുമാനത്തിലെത്തി, ഇന്നു മുതൽ ഇനി എന്നും ഞാൻ മരിക്കുന്നത് വരെ നോമ്പ് തന്നെയാണ് നോമ്പ്. ഞാൻ ഈ നോമ്പ് പകല് മുറിക്കുകയില്ല. അപ്പൊ അടുത്ത ആള് പറഞ്ഞ് ഞാനും ഒരു തീരുമാനത്തിലെത്തി. എന്താ അറിയോ? ഫഇനി ഉസല്ലില്ലൈല കുല്ലുഹ വലാ അർഖുദ്, ഇന്ന് രാത്രി മുതൽ ഇനി അങ്ങോട്ടുള്ള മുഴുവൻ രാവുകളും നേരം വെളുക്കുന്നത് വരെ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഉറങ്ങണ പരിപാടി ഇനി രാത്രിയിലില്ല. അപ്പൊ മൂന്നാമൻ പറഞ്ഞെന്താ അറിയോ? ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ് പലരുടെയും ജീവിതത്തിൽ ഇബാദത്തുകൾ കുറയാനുള്ള കാരണം. ചെറുപ്പക്കാരാണ് മൂന്നാളെ, കല്യാണം കഴിച്ചില്ല. അപ്പുറത്തും ഇപ്പുറത്തെ വീട്ടിലുള്ള ആളുകളുടെ ഒക്കെ കഷ്ടപ്പാടിന്റെയും പ്രാരാബ്ദത്തിന്റെയും നിസ്കാരം നോമ്പൊക്കെ കുറയാനുള്ളതിന്റെയും ഒക്കെ കാരണം, ജമാഅത്തുകളിൽ പങ്കെടുക്കാതിരിക്കാനൊക്കെ ഉള്ള അവർക്കുള്ള കാരണം ഈ പ്രാരാബ്ദങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് ഫൈനില അതസവ്വജു നിസാ, ഞാൻ ഒരു തീരുമാനിച്ച് ഇനി കല്യാണം കഴിക്കണ്ട, ഇബാദത്തെടുക്കാനായിട്ടാണ് ജീവിക്കുക. ആയിഷ ബീവി എന്തെങ്കിലും ഒന്ന് മറുത്ത് പറയുന്നതിന് മുമ്പ് അവരവിടുന്ന് നടന്നു നീങ്ങി. അവരെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരെ നിന്ന് വന്നു. ആരായിരുന്നു ആയിഷ? അവര്
അത് സലാസത്തു റഹത്തിൻ, 3 ചെറുപ്പക്കാരായിരുന്നു. നിങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാൻ വന്നതാണ് അവര്. ഞാൻ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഇബാദത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്, അപ്പന്റെ നബിയെ അവരിങ്ങനെ കേട്ടോ പറഞ്ഞത്, ഇനി ഒരാൾ എന്നും നോമ്പെടുക്കന്നെയാണല്ലോ, മറ്റേ ആളിഞ്ഞ് രാത്രി വെളുക്കോളം നിസ്കരിക്കന്നെയാണല്ലോ, ഒരാളാണെങ്കിൽ കല്യാണം കഴിക്കൂലെന്നും പറഞ്ഞിട്ടുണ്ട്. അവര് വിശ്വല്ലാ അലിസ്വല്ലം അങ്ങനെ കൈ കൊട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു അവരെ. ആലാരിസ്ലിക്കും അവിടെ നിൽക്കി. അവരവിടെ നിന്ന് നബി കൈ കാണിച്ച് വിളിച്ച് ഇങ്ങോട്ട് വരെ. അടുത്തേക്ക് വന്നപ്പോൾ വിശ്വല്ലാ അലിസ്വല്ലം ചോദിച്ച്, അല്ല അന്തമുല്ലദീന തഖൂലൂന കദാ വകദാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ആയിഷ പറഞ്ഞല്ലോ, അത് ശരിയാണോ? അപ്പൊ അവര് പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അതെ അതുള്ളത് തന്നെയാണ്. എന്താ നിങ്ങളെ വിചാരം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ്, ഇൻ അറദിന ഇല്ലൽ ഹുസ്ന, നന്മ ചെയ്ത് ജീവിക്കണം, പരലോകത്ത് രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ തൃപ്തി നേടണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം, വേറൊന്നുമില്ല. ഇതിൽ എന്തെങ്കിലും ഒന്ന് മോശപ്പെട്ട കാര്യമുണ്ടോ എന്ന് മുഅ്മിനീങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഇല്ല. നമ്മളൊക്കെ പരാതിപ്പെട്ടാ മക്കളെ നിസ്കരിക്കണില്ല, തഹജ്ജുദ് നിസ്കരിക്കണില്ല, ജമാഅത്തിന് പങ്കെടുക്കണില്ല, നിസ്കരിച്ചാലായി ഇല്ലെങ്കിലില്ല, ഒരു മഗ്‌രിബ് ഇശാ ഉണ്ട്, സുബഹി ഉണ്ടോന്ന് ആർക്കറിയാം, 100 അസർ ഉണ്ടോന്ന് ആർക്കറിയാത്തില്ല നമ്മളെ ചിന്ത. അവരാണ് നിസ്കരിക്കാൻ തുടങ്ങിയാലോ, ഈ കോലത്തിൽ നിസ്കരിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമ്മളൊക്കെ അന്തസ്സുള്ളവരാവൂലേ, അല്ലേ? എന്നും നോമ്പ് തന്നെ, എന്നും നിസ്കാരം തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ അവരോട് പറഞ്ഞു, അമാ തഅലമൂന, നിങ്ങൾക്കറിയോ, ഇന്നമാന അഖ്ശാകുല്ലില്ലാഹി വഅത്ഖാകും, നിങ്ങളെക്കാളൊക്കെ പടച്ചവനെ പേടിയുള്ളത് ഇരിക്കാ. സുബ്ഹാനല്ലാഹ്, നിങ്ങളെക്കാളൊക്കെ റബ്ബിനോട് തഖ്വയുള്ളവർ ഞാനാ, അതിൽ നിങ്ങൾക്ക് സംശയമല്ലോ ഉണ്ടോന്ന്. അവർ തലതാഴ്ത്തി. വരാനിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ശറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അസൂമു വ ഉഫ്തിറു, ഞാൻ നോമ്പെടുക്കുകയും ചെയ്യും, നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യും, സുന്നത്ത് നോമ്പുകളാട്ടോ. വാ ഉസല്ലി വ അർഖുദു, ഞാൻ രാത്രി നമസ്കരിക്കുകയും ചെയ്യും, ഉറങ്ങുകയും ചെയ്യും. വാ അതസബ്ബജു നിസാ, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ടായിട്ടുണ്ട്, അവരൊപ്പം ജീവിക്കുകയും ചെയ്യും. ഫമൻ റഗിബ അൻ സുന്നത്തി, പരലോകത്ത് പടച്ചതമ്പുരാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പോകാനും എന്റെ ഈ രീതി, എന്റെ ഈ ദിനചര്യ മാതൃക പോരാ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, ഇതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കണം, ഇതിനേക്കാൾ കൂടുതൽ നോമ്പെടുക്കണം, ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഇബാദത്ത് ചെയ്യണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഫലൈസ മിന്നി, എനിക്കാകെ ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ എന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റിയവരല്ല എന്ന്. കാണാതല്ല നിങ്ങൾ വെച്ചോണി. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, സംഗതി പരലോകമാണ്, നരകമാണ്, അവിടെ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്, സ്വർഗം മോഹിച്ചാണ്, റബ്ബിന്റെ കുരുപേനത്ത് കോപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അന്വേഷിക്കുന്നത്, സ്വർഗത്തിൽ പോകാനുള്ളതാണ്, റബ്ബിന്റെ തൃപ്തി നേടുവാനുള്ളതാണ്, നമസ്കാരമാണ്, നോമ്പാണ്, അതാണ് ഇതാണൊക്കെ ശരി തന്നെ, ഒന്നും തെറ്റില്ല എന്നാണ് തോന്നുക. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളായി മാറുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടി എന്തെല്ലാം വേണമെന്ന് പഠിപ്പിക്കുവാൻ വിട്ടവനാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അതേപോലുള്ള ജീവിതം അനുവർത്തിക്കുക മാത്രമാണ് നരകമോചനത്തിന് കാരണമെന്നും നമ്മൾ വിശ്വസിക്കുകയും അതാചരിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മളാകുന്ന മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളായി മാറുക. വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മൾ കേൾക്കുക. അന്ന് നമ്മൾ ഓതിയ ആയത്ത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, സൽക്കർമ്മങ്ങൾ പാഴിലായി പരലോകം നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബി തങ്ങളെ താങ്കളുടെ സമൂഹത്തോട്, ചുറ്റുപാടുകളോട്, കൂട്ടുകാരോട്, മുസ്ലിമീങ്ങളോട് ചോദിക്കുവീൻ, എന്നിട്ട് പറഞ്ഞു കൊടുക്കുവീൻ. അല്ലദീന എന്താണ് പരലോകം നഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞെന്തറിയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ പരലോകം ലക്ഷ്യം വെച്ച് അവർ നടപ്പാക്കിയ ജീവിതം അത് പിഴച്ചതായിരുന്നു.
പക്ഷേ വഹും യഹ്സബൂന അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിച്ചത് അന്നഹും യഹ്സിനൂന സുൻഅ നോമ്പല്ലേ, സക്കാത്ത് പിന്നെ സ്വതക്കയല്ലേ, പിന്നെ നമസ്കാരമല്ലേ, അതൊക്കെ ഇബാദത്തല്ലേ, അന്നഹും യഹ്സിനൂന സുൻഅ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നതും. അപ്പോൾ നല്ലത് എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ മിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്ന ഇല്ലാ വഖദ് നബ്ബഅതുകും ബിഹി. നിങ്ങൾക്ക് സ്വർഗപ്രവേശനം നേടുവാൻ ആവശ്യമായ ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറയാതിരുന്നിട്ടില്ല, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വമാ മിൻ ശൈഇൻ യുബഇദുകും അനിൻ നാർ ഇല്ലാ വഖദ് നബ്ബഅതുകും ബിഹി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളും ഒന്നൊഴിയാതെ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന്റെ പൂർണ്ണതയാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പരിശുദ്ധ വചനം. ഇന്ന് നിങ്ങളുടെ മതം നാം സമ്പൂർണമാക്കിയിരിക്കുന്നു. ഈ മതം നിങ്ങളുടെ മേൽ ഒരു നിഅമത്തായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ മതം ഇസ്ലാമിനെ ആണ് നിങ്ങൾ ആചരിക്കുന്നതെങ്കിൽ അതാണ് എനിക്ക് തൃപ്തിയുള്ള മതം എന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം 80-81 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നു എന്നും ഈ ദിവസങ്ങളിൽ ഒന്നും പുതിയ നിയമവിധികൾ അവതരിച്ചിട്ടില്ല എന്നും മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ മതം അതിന്റെ സമ്പൂർണ്ണ രൂപത്തിൽ നടപ്പാക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. ഇനി അതിനുശേഷം ഒരാൾക്ക് ഏതെങ്കിലും ഒരു പുതിയ നടപടി മതത്തിൽ കൊണ്ടുവരാൻ തോന്നിയാൽ അതിന്റെ നിലപാട് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നാം നിർദ്ദേശിക്കാത്ത, നാം കൽപ്പിക്കാത്ത, നാം ചൂണ്ടിക്കാണിക്കാത്ത, നാം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും മതമായി ആചരിക്കുകയാണെങ്കിൽ ഫഹുവ റദ്ദ്. അത് ആരാചരിച്ചാലും വേണ്ടില്ല, ആര് പഠിപ്പിച്ചാലും വേണ്ടില്ല, അത് നിങ്ങൾ തള്ളിക്കളയണം. ഓരോ പ്രസംഗത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ കേട്ടത് കുല്ലു മുഹദസത്തിൻ ബിദ്അ. മതത്തിലുണ്ടാകുന്ന പുത്തൻ സമ്പ്രദായങ്ങൾക്ക് ബിദ്അത്ത് എന്നാണ് പേര്. വകുല്ലു ബിദ്അത്തിൻ ളലാല. അങ്ങനെയുണ്ടാകുന്ന പുത്തൻ സമ്പ്രദായങ്ങളെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണ്. തൗഹീദിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് പേറിട്ട വഴിയാണത്. അത് അംഗീകരിക്കരുത് എന്ന് ഓരോ പ്രസംഗത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത്രയുമൊക്കെ പറയാൻ കാരണം ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മഹത്തായ പ്രഭാഷണം നിർവഹിക്കുന്നതിനിടയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫമൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ. ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ ഇനി ഒരാൾ ഒരു പുതിയ ആചാരം കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ യറാഹ ഹസന, അത് തന്റെ പരലോക വിജയത്തിന്, സമുദായത്തിന്റെ പരലോക വിജയത്തിന് കാരണമാകും എന്ന് അയാൾ വാദിക്കുകയും അത് മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്താൽ വാദിക്കുന്നവന്റെയും അംഗീകരിക്കുന്നവന്റെയും നിലപാട് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇക്കാര്യം സ്വഹാബത്തിന് പഠിപ്പിക്കാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചതിച്ചിരിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്താ ഇതിന്റെ ഗൗരവം? നമ്മൾ ഇന്ന് ആചരിക്കാൻ പോകുന്ന, നാളെയോ മറ്റന്നാളോ ഒക്കെ വെക്കാൻ പോകുന്ന തേങ്ങാച്ചോറ്, ചക്കരച്ചോറ്, നമ്മൾ ആചരിക്കാൻ പോകുന്ന നോമ്പ്, അതിന്റെ പേരിൽ ഉണ്ടാക്കാൻ പോകുന്ന റഗായിബ് എന്ന പേരിലുള്ള നമസ്കാരം, അതുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകളുടെ നിലപാടെന്താണെന്ന ചോദ്യത്തിന് സമസ്ത കേരളയുടെ ആദരണീയനായ പഴയകാല പ്രസിഡന്റ് റഈസുൽ മുഹഖഖീൻ എന്ന് അവർ വിളിക്കുന്ന സാക്ഷാൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് ഈ വിഷയത്തിൽ വന്ന ഹദീസ് ദഈഫാണ് എന്നാണ്. ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല. എല്ലാ മാസത്തിലെയും 15ാമത്തെ ദിവസത്തിൽ നോൽക്കുന്ന നോമ്പ് എന്ന രൂപത്തിൽ ശഅബാൻ 15 ഒരു നോമ്പുണ്ട്. അതല്ലാതെ ബറാഅത്ത് രാവ് എന്ന പേരിൽ ഒരു നോമ്പ് റസൂൽ അനുഷ്ഠിച്ചിട്ടില്ല, സ്വഹാബത്ത് അനുഷ്ഠിച്ചിട്ടില്ല, താബിഈകൾ അനുഷ്ഠിച്ചിട്ടില്ല, ഇമാമുകൾ അനുഷ്ഠിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അത് ദഈഫുമാകുന്നു എന്ന്
അതിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ്. നിങ്ങളുടെ നേതാവാണ് അത് പറഞ്ഞത്. അപ്പോ അള്ളാഹിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, എന്നിട്ടും അതിന് ഉസ്താദുമാരെ അനുസരിക്കല്. നോക്കൂ നിങ്ങള്, ശഅബാൻ 15 ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങളുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻസിലീൻ. നാം ഒരു പ്രത്യേകമായ ബർക്കത്താക്കപ്പെട്ട രാവിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള സൂറത്ത് ദുഖാൻ. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻസിലീൻ. നാം ഇതാ ബർക്കത്താക്കപ്പെട്ട ഒരു രാവിലാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം. അടുത്ത ഒരു വർഷത്തെ കാലത്തേക്ക് ഭൂമിയിൽ നടപ്പാക്കേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും വ്യവസ്ഥാപിതമായും വ്യക്തമായും അതാതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസമാണെന്ന് എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. ആ ബർക്കത്താക്കപ്പെട്ട മുബാറക്കത്തായ രാവ് ശഅബാൻ 15 എന്ന പേരിലാണ് ഒരു ഹദീസ് ഉള്ളത്. ആ ഹദീസാവട്ടെ അത് ദുർബലവുമാകുന്നു. ആ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശഅബാൻ 15 പ്രത്യേകത വരുന്നത്, അന്നൊരു നോമ്പ് വരുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു നമസ്കാരം വരുന്നത്. നോക്കൂ നിങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ ഫത്വ നിങ്ങൾ കേൾക്കുകയുണ്ടായി. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് എഴുതപ്പെട്ട ആദിമകാലത്തെ പൗരാണിക മുഫസ്സിറുകൾ ഈ ആയത്തുകൾക്ക് കൊടുത്ത വ്യാഖ്യാനങ്ങൾ കൂടി ഒന്ന് പഠിച്ചാൽ ഇത് നമ്മുടെ വ്യാഖ്യാനമല്ല, ഇത് പുതുകാലത്തെ പുത്തൻപാരമല്ല, ഇത് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ളതല്ല. കാലാകാലങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരുന്ന സമ്പ്രദായത്തെ എതിർക്കാൻ വന്നവരാണ് ഇവർ എന്ന ലോകത്ത് രൂപത്തിലുള്ള ചിന്ത മാറ്റിവെച്ച് നമുക്കെല്ലാവർക്കും പരലോകത്ത് രക്ഷ വേണം, ഈമാനോടെ മരിക്കണം, തൗഹീദോടെ മരിക്കണം, നാമും നമ്മുടെ കുടുംബവും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടണമെന്ന സതുദ്ദേശത്തോടു കൂടി ഈ ആയത്തിനെ നമ്മൾ പഴയകാല മുഫസ്സിറുകളിലേക്കൊന്ന് മടക്കിക്കൊണ്ടുപോയാൽ ഇമാം ഇബ്നു കസീർ, ഇമാം ഇബ്നു ജരീർ ത്വബരിക്ക് റഈസുൽ മുഫസ്സിരീൻ എന്നാ പറയാ. അവ്വലുൽ മുഫസ്സിരീൻ എന്ന് പറയും, സയ്യിദുൽ മുഫസ്സിരീൻ എന്ന് പറയും. ആദ്യത്തെ മുഫസ്സിർ, മുഫസ്സിറുകളുടെ നേതാവ്, അവരുടെ എല്ലാവരുടെയും തലവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഇമാം ഇബ്നു ജരീർ ത്വബരി, അദ്ദേഹത്തിന് ശേഷം വന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി, ഇതൊക്കെ ലോക പ്രശസ്തമായ തഫ്സീറുകളാണ്. ഇവർക്ക് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന മുഅ്മിനീങ്ങളൊന്ന് വായിക്കുക. യഖൂലു തആല മുഖ്ബറൻ ഫിൽ ഖുർആനിൽ അദീം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൽ മുബാറകത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തുടങ്ങിയത് ഒരു ബർക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് എന്ന് സൂറത്ത് ദുഖാനിലെ ഈ ആയത്തിലുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണമാണ് വഹിയ ലൈലത്തുൽ ഖദർ. ആ ബർക്കത്താക്കപ്പെട്ട രാത്രി അത് ശഅബാൻ 15 അത് ലൈലത്തുൽ ഖദറാണെന്ന് കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അത് ലൈലത്തുൽ ഖദറിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. വകാന ദാലിക, ലൈലത്തുൽ ഖദർ ആവട്ടെ ഫീ ശഹ്രി റമളാൻ, അത് റമളാൻ മാസത്തിലാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. കമാ ഖാല തആല ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത് എന്നും ലൈലത്തുൽ ഖദറിലാണെന്നും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അപ്പൊ എന്തായി പോയി, വഖദ് ദക്കർനൽ അഹാദീസുൽ വാരിദത ഫീ ദാലിക ഫീ സൂറത്തി അൽ ബഖറ ബിമാ അഗ്നാ അൻഹു ഇആദതുഹു. ഈ 3 ആയത്തുകളും ചേർത്ത് വെച്ച് ഇനി ഒരു ആവർത്തനം ആവശ്യമില്ലാത്ത രൂപത്തിൽ വിശദമായ വിവരണം സൂറത്തുൽ ബഖറയിലുണ്ട്. ഇബ്നു പറയാ, ഇവര് അൽബക്കറിയിലുണ്ട്. അവസാനം അദ്ദേഹം അവതരിപ്പിക്കുന്നത് കാണും, ഈ 3 ആയത്തുകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ കേട്ടിട്ടും വമൻ ഖാലഹ, ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ, ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അത് ശഅബാൻ 15 രാവാണ് ഖുർആൻ അവതരിച്ച ഈ ബർക്കത്താക്കപ്പെട്ട രാവ് എന്ന് ഇനി ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ, ഇക്രിമയിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതോട് പറയാം. ആ റിപ്പോർട്ട് എന്താ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തുഖ്തഉൽ ആജാലു മിൻ ശഅബാനിൻ ഇലാ ശഅബാൻ, ഒരു ശഅബാൻ മുതൽ മറ്റൊരു ശഅബാൻ വരെയാണ് ഭൂമിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹത്താ ഇന്ന റജുല യൻകിഹു, ഈ ഒരു വർഷത്തിൽ ആരൊക്കെ കല്യാണം കഴിക്കണമെന്നും, വയൂലദു ലഹു, ആർക്കൊക്കെ മക്കളുണ്ടാവണമെന്നും, വഖദ് ഉഖ്രിജ ഇസ്മുഹു ഫിൽ മൗത, ഓരോരുത്തരും എന്ന് മരിക്കണമെന്നും ഒക്കെ
മലായിക്കത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ വ്യവച്ഛേദിച്ചു കൊടുക്കുന്നത് ശഅബാൻ 15-നാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. ഫഹുവ ഹദീസുൻ മുർസലുൻ, അത് പരമ്പര മുറിഞ്ഞ ഹദീസാണ്. അത് പരമ്പര മുറിഞ്ഞ ഹദീസാണ്. വമിത്ലുഹു, ഇജ്ജാതി ഹദീസുകൾ, പരമ്പര മുറിഞ്ഞ ഹദീസുകൾ, സ്വീകാര്യമല്ലാത്ത ഹദീസുകൾ ലാ യുആറദു നുസൂസ്, വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ പ്രതിപാദ്യത്തെ എതിർത്ത് തോൽപ്പിക്കാൻ കൊണ്ടുവരാൻ തന്നെ പാടില്ലാത്തതാകുന്നു. ഇനി അൽബക്കറിയിലേക്ക് പോയ അദ്ദേഹം പറയും തിൽക്കൽ ലൈലത്തുൽ ഖദർ, ആ രാവ് ബർക്കത്താക്കപ്പെട്ട രാവ് ലൈലത്തുൽ ഖദറാണ്. അൻസലല്ലാഹു ഹാദൽ ഖുർആന മിൻ ഉമ്മിൽ കിതാബി ഫീ ലൈലത്തുൽ ഖദർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മുൽ കിതാബിൽ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പിരിച്ചു കൊടുത്ത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു ഖുർആനിന്റെ പ്രതി ഒന്നാകെ ബിലാ ബൈത്തുൽ ഇസ്സ ഇല മിന സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിന് മുകളിലുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിച്ച ദിവസമാകുന്നു ലൈലത്തുൽ ഖദർ. പിന്നെ ആ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് സുമ അൻസലഹു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ലയാലി വൽ അയ്യാം, 23 വർഷക്കാലത്തിനിടയിൽ രാത്രികളിൽ പകലിലുമായി അല്പാൽപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിച്ചു തുടങ്ങിയതും ഇതേ ലൈലത്തുൽ ഖദറിൽ തന്നെയാകുന്നു. അതാകട്ടെ റമദാനിലുമാകുന്നു. അതും ശഅബാൻ 15-മായി യാതൊരു ബന്ധവുമില്ല. താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉൻസിലൽ ഖുർആനു കുല്ലുഹു ഫീ ലൈലത്തുൽ ഖദർ മിൻ ഉമ്മിൽ കിതാബി വഹുവ ലൗഹുൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ദിവസമാകുന്നു, ബൈത്തുൽ ഇസ്സയിലേക്ക് വന്ന ദിവസമാകുന്നു ലൈലത്തുൽ ഖദർ. ثم انزله على نبيه صلى الله عليه وسلم في الليالي والايام في 23 سنه. ഇബ്നു ജരീർ തബരിയുടെ കോട്ടിംഗ് ആണിത്. 23 വർഷക്കാലത്തിനിടയിൽ അല്പാൽപമായി പിന്നീട് അത് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അവതരിച്ചു തുടങ്ങിയതും ഇതേ ലൈലത്തുൽ ഖദർ തന്നെയാകുന്നു. ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങളും അത് വ്യവച്ഛേദിച്ച് വ്യക്തമാക്കപ്പെടുന്നു എന്നതിന് ഇമാം ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വല്ലാഹി ഇന്നഹാ ലഫീ കുല്ലി റമളാൻ, പടച്ചവനാണ് നേര് ഈ ബർക്കത്താക്കപ്പെട്ട രാത്രിയും കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മലക്കുകൾക്ക് കൊടുക്കുന്നതും ഈ വല്ലാഹി ഇന്നഹാ ലഫീ കുല്ലി റമളാൻ, അത് റമളാനിലാകുന്നു. ഫീഹാ യഖ്ദില്ലാഹു കുല്ല അജലിൻ വ അമലിൻ വ റിസ്ഖിൻ, ഓരോരുത്തരുടെയും ആയുസ്സും ഓരോരുത്തരുടെയും പ്രവർത്തനവും ഓരോരുത്തരുടെയും മോഹങ്ങളും സ്വപ്നങ്ങളും ഓരോരുത്തരുടെയും വരുമാന മാർഗങ്ങളും വിശദമാക്കപ്പെടുന്നത്, വ്യക്തമാക്കപ്പെടുന്നത്, ഉത്തരവാദിത്തങ്ങൾ വ്യവച്ഛേദിച്ച് നൽകപ്പെടുന്നത് റമളാനിലാകുന്നു എന്ന്. അപ്പൊ മുഅ്മിനീങ്ങളെ, ഇതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ പറയാത്തത്. ലാ തക്ദിബു അന്നി, നിങ്ങൾ എന്റെ പേരിൽ കളവ് പറയരുത്. ലൈസ കദിബി അഹദൻ, എന്റെ പേരിൽ കളവ് പറയുന്നത് നിങ്ങൾ തമ്മിൽ മറ്റുള്ളവരുടെ പേരിൽ കളവ് പറയുന്നത് പോലെയല്ല. ഫമൻ കദബ അലയ്യ മുതഅമ്മിദ, എന്റെ പേരിൽ കളവ് പറയുന്നത് മനഃപൂർവമാണെങ്കിൽ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ ഇരിപ്പിടം ഉറച്ചു എന്ന് അവൻ മനസ്സിലാക്കട്ടെ. ഇത് ചില്ലറ ഒരു പ്രശ്നമില്ല. കേവലം ഒരു നോമ്പല്ലേ, ഒരു രാത്രി നമസ്കാരമല്ലേ എന്ന് വെച്ച് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. മതം എന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായതാണ്. അതിൽ സഹാബത്തൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, താബിഈകൾ കൂട്ടിച്ചേർത്തിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമുകളും ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. പിൽക്കാലക്കാർ വല്ലതുമൊക്കെ കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ നബിയുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്തതാണ് അവയെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമല്ല. അക്കാര്യം നമ്മൾ മനസ്സിലാക്കുക. സകലമാന ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وحبيبنا محمد الأمين وعلى آله وصحابه الفائزين برضا الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. ما بعد. أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കും
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും പരമാവധി കീഴ്പ്പെട്ട് അവയിൽ രണ്ടിലുമായി മതം പരിമിതപ്പെടുത്തി ജീവിച്ചു മരിക്കുവാൻ ഇടയാകുന്നവരിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസമാണിത്. ഏകദേശം പകുതിയോടടുത്തുകൊണ്ടിരിക്കുന്നു. ശഅബാനിൽ നടക്കുന്ന ഒരു ബിദ്അത്ത് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശഅബാനിന് ചില പ്രാധാന്യങ്ങളുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. ശഅബാനിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകളിൽ ഒന്നാമത്തത് 3 റിപ്പോർട്ടുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് സമീഅതു ആയിഷ റളിയല്ലാഹു അൻഹ തഖൂൽ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാൻ. എന്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടതും സഹോദരന്മാർ വീടുകളിൽ ചെന്ന് പറയേണ്ടതുമായ കാര്യമാണ്. കാന യകൂനു അലയ്യ സൗമു മിൻ റമളാൻ. റമളാനിലെ നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടവ ഉണ്ടാകാറുണ്ടായിരുന്നു. അത് ഞാൻ നോറ്റ് വീട്ടാതെ കിടക്കാറുമുണ്ടായിരുന്നു. ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫി ശഅബാൻ. ശഅബാനിനപ്പുറം ഞങ്ങളത് നീട്ടിക്കൊണ്ടു പോകാറില്ല. കഴിഞ്ഞ വർഷത്തെ റമളാനിൽ വിവിധ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഈ റമളാനിലേക്ക് എത്തിക്കാതെ ശഅബാനിൽ നോറ്റു വീട്ടേണ്ടതുണ്ട് എന്നർത്ഥം. അത് സ്ത്രീ സഹോദരിമാരായാലും വിവിധ രോഗങ്ങൾ കാരണം മാറ്റിവെക്കപ്പെട്ട നോമ്പുകൾ സഹോദരന്മാരുടേതായാലും ശരി, ഈ ശഅബാനിനപ്പുറം അത് കൊണ്ടുപോകുന്നത് സ്വഹാബത്തിന്റെ ചര്യയിൽപ്പെട്ടതല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ചര്യയിൽപ്പെട്ടതല്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ 10-15 ദിവസം കൂടി ബാക്കി കിടക്കുന്നു. നോറ്റുവീട്ടാത്ത അത്തരം നോമ്പുകളുണ്ടെങ്കിൽ ഈ 10-15 ദിവസത്തിനുള്ളിൽ അവ നോറ്റുവീട്ടണം. നോറ്റുവീട്ടും എന്ന് നിർബന്ധം പിടിക്കണം. നോറ്റുവീട്ടാനുള്ള പ്രോത്സാഹനങ്ങൾ വീട്ടിലുണ്ടാവണം. അതിനുവേണ്ടി നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ, വീടിന്റെ ഗാർഹിക സാഹചര്യങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങളും വരുത്തണം. രണ്ടാമത്തെ കാര്യം, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയും, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖമല സിയാമ ശഹ്രിൻ ഇല്ലാ റമളാൻ. റമളാൻ മാസത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ദിവസങ്ങളിലും നോമ്പെടുക്കുന്നത് മറ്റൊരു മാസത്തിലും ഞാൻ കണ്ടിട്ടില്ല. റമളാനിലല്ലാതെ മറ്റൊരു മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസം മുഴുവൻ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ വമാ റഅയ്തുഹു അക്സറ സിയാമ മിൻഹു ഫി ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ അല്ലാത്ത 11 മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നതും ശഅബാനിലായിരുന്നു. ശഅബാൻ കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ സുന്നത്താക്കപ്പെട്ട, പ്രോത്സാഹിപ്പിക്കപ്പെട്ട മാസമാണ് എന്നത് പ്രിയപ്പെട്ടവർ വേറെയും മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയും, മമ്മാത വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയുഹു. കഴിഞ്ഞ റമളാനിൽ നോമ്പെടുക്കാൻ ബാധ്യതയുണ്ടായിട്ട് നോമ്പെടുക്കാതെ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ, വയസ്സുകൊണ്ട് പ്രായാധിക്യത്താലാവാം, മാറാരോഗം കൊണ്ടാവാം, നോമ്പെടുക്കാതെ നോമ്പ് കടക്കാരനായി മരണപ്പെട്ടു പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വാമഅൻഹു വലിയുഹു, ആരാണോ ആ മരണപ്പെട്ടയാളുടെ സ്വത്ത് അനന്തരാവകാശം എടുത്തത്, അവർ ആ മരണപ്പെട്ടയാൾക്ക് നഷ്ടപ്പെട്ട അത്രയും നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ട്. വയസ്സായ ആളോ രോഗിയായ ആളോ വീട്ടിൽ ജീവിച്ചിരുന്നു, കഴിഞ്ഞ റമളാനിൽ അവർക്ക് വേണ്ടുന്ന നോമ്പിന് പകരമായ ഫിദിയ കൊടുത്തിട്ടില്ല. കൊടുക്കാലോ എന്ന് വിചാരിച്ച് വെച്ചു. പക്ഷേ നമ്മളത് കൊടുക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഫിദിയ കൊടുത്താൽ മതിയാകുന്നതല്ല. നോമ്പ് ബാധ്യതയുള്ള ആളുകൾ പ്രായാധിക്യത്താലോ മാറാരോഗത്താലോ വീട്ടിലുണ്ടെങ്കിൽ അവർ മരണപ്പെടുന്നതിന് മുമ്പ് ഫിദിയ കൊടുക്കാം. എന്നാൽ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഫിദിയ പോരായെന്ന് 3 ഹദീസുകളും ബുഖാരിയിലുള്ളതാണ്. 3 ഹദീസുകളും ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ സ്വത്ത് നമുക്ക് ആവശ്യമാണ്. മരണപ്പെട്ടവർക്ക് അല്ലാഹുമായിട്ടുള്ള കടം എത്രയുണ്ട് എന്നത് നമ്മൾ ആലോചിക്കാറുമില്ല. അയൽപ്പക്കത്തുനിന്ന് 2 തക്കാളി വാങ്ങിക്കണമെങ്കിൽ അതിന്റെ പേരിൽ ഉമ്മ മരിച്ചാൽ പിറ്റേ ദിവസം നടന്നിട്ട് ഉമ്മ കൊടുത്ത് തക്കാളിയോ മുളകോ പച്ചമുളകോ വെണ്ടക്കയോ വാങ്ങിക്കണോ എന്ന് നമ്മൾ നടന്ന് ചോദിക്കും.
പള്ളിയിൽ ഇരുന്നിട്ടും പറയും ആർക്കെങ്കിലും വല്ലതും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ അത് ഉത്തരവാദപ്പെട്ട ഇന്നിന്ന കോയാമൂനോട് കുഞ്ഞാപ്പൂനോടൊക്കെ വന്ന് ചോദിക്കണം, അതെട്ടെന്ന് വീട്ടണം എന്ന് പറയും. നല്ല കാര്യം. പക്ഷേ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അവർക്ക് ഈ ഒരു മാസത്തെ നോമ്പ് നോറ്റു വീട്ടാനുണ്ട്, അവർക്ക് വേണ്ടി ഞാനത് നോറ്റുവീട്ടിയാൽ മതിയാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോളെ, നിന്റെ ഉമ്മ ഒരാൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നുവെങ്കിൽ അത് നീ കൊടുത്തു വീട്ടുമോ? പിന്നെ നബിയെ, കൊടുത്തു വീട്ടാതെ ഞാൻ കൊടുത്തു വീട്ടും. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫല്ലാഹു ആദ്യം വീട്ടേണ്ടത് അള്ളാഹുവുമായി ആ അടിമക്കുള്ള കടമാകുന്നു എന്ന്. അള്ളാഹുവുമായി ആ അടിമക്കുള്ള കടമാകുന്നു ആദ്യം വീട്ടേണ്ടത്. ഇക്കാര്യങ്ങൾ ശഅബാനിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിദ്അത്തുകളുടെ പിന്നാലെ പോയി സുന്നത്തുകളെ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. ബിദ്അത്തുകളുടെ പിന്നാലെ പോകുന്നില്ല എങ്കിലും സുന്നത്തുകളെ അവഗണിക്കുന്ന ആളുകളുണ്ട്. ബിദ്അത്തും ചെയ്യില്ല, സുന്നത്തും ചെയ്യില്ല, അതിനു പുറമെ സ്വന്തം ബാധ്യതകളുടെ നിർവഹണത്തിലും അലസത കാണിക്കുന്നവരായിക്കൂടാ നമ്മൾ മുസ്ലിമീങ്ങൾ. ഇതൊക്കെയും മനസ്സിലാക്കി ഇതൊക്കെ നടപ്പിലാക്കിയിട്ടാണ് റമദാൻ നമ്മളിലേക്ക് വരേണ്ടത്. എല്ലാ ബാധ്യതകളുടെ കടപ്പാടുകളും കെട്ടുപാടുകളും നിറഞ്ഞ ഒരു ഭാണ്ഡക്കെട്ട് നമ്മുടെ തലയിലിരിക്കുമ്പോഴും നമ്മളിപ്പോഴും മുറ്റമടിക്കുന്ന, ജനൽ തുടക്കുന്ന, കട്ടിൽ മറിച്ചിടുന്ന, കൈക്കല തുണിയും കൊരണ്ടിപ്പലകയും മൊത്തം അടിച്ചു വാരിയെടുക്കുന്ന, തേച്ച് അലക്കി വെച്ച വസ്ത്രങ്ങൾ പിന്നെയും കുടഞ്ഞിട്ട് രണ്ടാമതും തേക്കുന്ന പരിപാടിയാണുള്ളത്. നിർബന്ധമായ ബാധ്യതകളെ കുറിച്ച് അലസതയുണ്ട്, ഉണ്ടായിക്കൂടാ നമുക്ക് എന്നത് ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്വ ബോധമുള്ള കുടുംബനാഥന്മാരുടെ, മരിക്കണമെന്ന് ഓർമ്മയുള്ള മുസൽമാന്റെ നിലപാടാവണം, തിരിച്ചറിവാവണം. വീട് നന്നാവണം, പരിസരം നന്നാവണം, എല്ലാം നന്നാവണം. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫൈന ഖൈറ സാദി അത്തഖ്വ എന്ന്. ഏറ്റവും നന്നായി തയ്യാറാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെയാണ്, അതിന്റെ തഖ്വയെയാണ്. അത് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? വരാനിരിക്കുന്ന ഒരു അപകടത്തെ മുൻകൂട്ടി കണ്ട് അതിനെ ചെറുത്തു നിൽക്കാനുള്ള പ്രവണതക്കാണ്, മനസ്സിനാണ് തഖ്വ എന്ന് പറയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം വിദ്യാർത്ഥികളോടും മനഃപൂർവ്വം വിട ചൊല്ലി സുന്നത്തുകളുടെ സാദ്വല തീരത്തേക്ക് മടങ്ങാനും പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒതുങ്ങി നിന്ന് ജീവിക്കാനും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ ജീവിതത്തിലില്ലാത്ത യാതൊന്നും മതമായ ജീവിതത്തിൽ ആചരിക്കാതിരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരമാവധി ഈമാനോടെ, പരമാവധി തഖ്വയോടെ, പരമാവധി ഇഖ്ലാസോടെ, പരമാവധി ഹസനാത്തുകളിലും അമലു സ്വാലിഹാത്തുകളിലും മുഴുകി പരിശുദ്ധ റമദാൻ വരെ ജീവിച്ചിരിക്കാൻ, റമദാനിനെ കാണാൻ, റമദാനിനെ അനുഭവിക്കാൻ, റമദാനിന്റെ പുണ്യം കൂടി നേടുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു തരത്തിലുള്ള വിഷമങ്ങളും ഒരു തരത്തിലുള്ള രോഗങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും ഇല്ലാതെ റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ ദീർഘകാലം ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ, തൗഹീദോടെ ജീവിപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫിയാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അകറ്റണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് മാപ്പ് നൽകണമേ റഹ്മാനെ. അവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പേരമക്കളെയും ഇണകളെയും കുടുംബങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين. اللهم أجرنا وأجر والدينا وأغننا من النار. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.